ഞാൻ വന്നിരിക്കുന്ന ഒരു സ്റ്റഡി വ്ളോഗായിട്ടാട്ടോ. അപ്പോൾ എനിക്ക് സെക്കൻഡ് സെമസ്റ്റർ തുടങ്ങിയതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള പഠനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. എന്നാലും നോട്ട് കംപ്ലീറ്റ് ചെയ്യലും അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ പണികളുള്ളൂ. ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത്, എനിക്കൊരു സെമിനാർ ഉണ്ടായിരുന്നു ഇംഗ്ലീഷിൻ്റെ. അപ്പോൾ അത് എഴുതാമെന്ന് വിചാരിക്കുകയാണ്. ഞങ്ങൾക്കിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫോണിൽ അടിച്ച് നോക്കിയിട്ടാണ് അതിൻ്റെ സമ്മറി ഒക്കെ എടുത്തത്. അപ്പം നമുക്ക് ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിലേക്ക് എഴുതിയെടുത്താൽ മാത്രം മതി. ഞാൻ പിൻട്രസ്റ്റിലൊക്കെ സ്റ്റഡി വ്ളോഗ് കണ്ട ടൈമിൽ അവർ ടേബിളിൻ്റെ മേലൊക്കെ ഉണ്ടാകുന്നതാണ് ക്ലോക്ക്. അപ്പോൾ നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ആ ക്ലോക്കിൻ്റെ സൂചി ഇങ്ങനെ സ്പീഡിലായിട്ട് തിരിയുന്നത്. അതേപോലെ തന്നെയാണ് ഇങ്ങനെ എഴുതുമ്പോഴും ഇങ്ങനെ സ്പീഡിലാകുമ്പോൾ ഇങ്ങനെ ആ പേപ്പർ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആവുന്നതും. അതുകൊണ്ട് തന്നെ അതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. അങ്ങനെ എഴുതി പോകുന്നതൊക്കെ കാണുമ്പം ഒരു സാറ്റിസ്ഫാക്ഷനും കൂടിയാണ്. കുറേ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഫുള്ളും ഇതിൽ ആഡ് ചെയ്യുമ്പം ഭയങ്കര ബോറിംഗ് ആയിരിക്കും. തന്നെ ഒരു കുറച്ചുണ്ട് എഴുതുന്നത്, എന്നാലും അത് ബോറടിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ അവരതെന്ന് പറഞ്ഞാൽ 30 മിനിറ്റ് അങ്ങനെയൊക്കെ ആയിട്ടാവല്ലോ വീഡിയോ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാനും തോന്നും. പിന്നെ അവരുടെ ഡെസ്കൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടി ക്യൂട്ടായിട്ട് നമുക്ക് പിന്നെയും ഇൻട്രസ്റ്റ് തോന്നും. അപ്പോൾ എഴുതിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ സമ്മറി ഒന്ന് എഴുതാൻ മതിയെന്നു. പിന്നെ എനിക്ക് ചെയ്യാണ്ടായിരുന്ന ഒരു സാധനം ഉണ്ടാക്കാനായിരുന്നു. നമ്മൾ ഷോർട്ട് നോട്ട് പോലെയൊക്കെ അല്ലേ, അതുപോലെ ഇതിൻ്റെ സിലബസൊക്കെ എഴുതി വെക്കാൻ എല്ലാ ചാപ്റ്ററിൻ്റെയും. എനിക്ക് കംപ്ലീറ്റ് ആയത് അങ്ങനെയൊക്കെ ഒന്ന് ടിക്കഡായി വിചാരിച്ചിട്ട് അപ്പോൾ അത് നോക്കിയാൽ മനസ്സിലാവല്ലോ ഞാൻ എത്ര എണ്ണം കവർ ചെയ്യാണ്ട്, എത്ര ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ. അപ്പോൾ അതിനൊരു ചെറിയ നോട്ട് പോലെ ആക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ടു ഡു ലിസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് 4 കാര്യങ്ങളെ ചെയ്യാണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ മൈൻഡിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്ത് അതിലേക്ക് എഴുതിയൊക്കെ വെച്ച് പിന്നെ എല്ലാതും കൂടെ കൂട്ടിയിട്ട് ഒന്ന് പഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് റിംഗ് ആൽബത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ആ റിങ്ങില്ലേ, അതല്ല കേട്ടോ. ഇതെനിക്ക് നോക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് തന്നെ അത് മേടിക്കേണ്ടെന്ന് വിചാരിച്ചു. പേപ്പർ കീറി പോകുന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എക്സാമൊക്കെ അല്ലേ വരുന്നത്. അപ്പം ഇങ്ങനെ പേപ്പറിൽ എഴുതിയിട്ട് ഓരോ ചാപ്റ്റേഴ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കുമ്പോഴും ഏതൊക്കെ ചാപ്റ്റർ കവർ ചെയ്തു, ഇനി അതൊക്കെ ചെയ്യാനുണ്ട് എന്നൊക്കെ കുറച്ചുകൂടെ മനസ്സിലാക്കാനൊക്കെ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആവും കേട്ടോ. ഇനി ഈ ഒരു വീഡിയോ 2 ദിവസമായിട്ടാണ് എടുത്തത്. ഒറ്റ ദിവസത്തോടെ ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞിട്ടില്ല. ഈ റിങ് ഇടുന്നത് 2ാമത്തെ ദിവസമായിരുന്നു. മറ്റൊക്കെ നയിക്കാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ദിവസം എനിക്ക് ക്ലാസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കി അങ്ങോട്ട് അടുത്ത ദിവസം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് എനിക്ക് ചെയ്യാനായിട്ട് ജേർണലിസത്തിൻ്റെ ഒരു വർക്ക് ഉണ്ടായിരുന്നു. ഒരു ന്യൂസ് സ്റ്റോറി ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ആക്വിസിറ്റ് ആയിരുന്നു ടോപ്പിക് ഉണ്ടായിരുന്നത്. അത് ഓരോ ഗ്രൂപ്പായിട്ടൊക്കെ മാറ്റിയിട്ട് എൻ്റെ ഗ്രൂപ്പിൽ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ എനിക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരൊക്കെ വന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കാൻ വിചാരിച്ചു. അങ്ങനെ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് അതിനെ പറ്റിയൊരു സമ്മറി ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ അടുത്ത ലാസ്റ്റ് ആയിട്ട് എനിക്ക് ചെയ്യാനുള്ളത് ഒരു ക്രാഫ്റ്റിൻ്റെ വർക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എനിക്ക് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ബുക്കിൽ എഴുതി വെക്കാൻ വിചാരിച്ചു. ഈ ഒരു ബുക്ക് ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയായിരുന്നു. ഞാൻ ഇപ്പോഴാണ് അതൊക്കെ നോക്കുന്നത്. അപ്പം ഇതിൽ ഞാൻ എൻ്റെ പണ്ട് ഇപ്പോൾ 2023-2024 ഓർഡറാണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം കിട്ടിയ ഓർഡറൊക്കെ ഞാൻ അങ്ങനെ നോക്കുമായിരുന്നു. ചിലതൊക്കെ ഇങ്ങനെ എഴുതിയൊക്കെ വെക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഹാമ്പേഴ്സൊക്കെ ഓർഡർ കിട്ടണമെന്ന് വെച്ചാൽ ഒരു ബോക്സൊക്കെ വരച്ചിട്ട് എത്ര സ്പേസ് ഇന്ന സ്ഥലത്ത് ഇത് വെക്കണം എന്നൊക്കെ ആക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി സ്പേസും കിട്ടും. അതുപോലെ തന്നെ ഒരു ഐഡിയ ഒക്കെ കിട്ടും. ഇതൊക്കെ എനിക്ക് ഇന്നലെ നൈറ്റ് തന്നെ തീർക്കേണ്ട പണിയായിരുന്നു. എൻ്റെ ഫോണിൽ ചാർജ് അപ്പോഴേക്കും തീർന്നു കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ പിറ്റേ ദിവസം എടുത്തത്. കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് ഈ വർക്ക് ചെയ്തത്. കാരണം ഓരോ ഡിസൈനൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ ടൈം എടുത്തിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ.